ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന ലിവർപൂൾ വേഴ്സ് ന്യൂ കാസൽ യുണൈറ്റഡ് മത്സരം 2-0 എന്ന ഗോൾ സ്കോറിനാണ് ലിവർപൂൾ വിജയം കരസ്ഥമാക്കിയത്. ലിവർപൂളിന് വേണ്ടി ഡൊമിനിക് സോബ്സ്ലായ്, മാറ്റ് അലക്സർ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടുകൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 67 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസൺ 95 അല്ല 100% കൺഫേം ആയിരിക്കുകയാണ് ഗൈസ്. ലിവർപൂൾ തന്നെയായിരിക്കും ഈ ഒരു ടൈറ്റിൽ കൊണ്ടുപോവുക എന്നുള്ളത്. പോരാത്തതിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ആർസണൽ മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. വെറും 54 പോയിന്റ് മാത്രമാണ് നിലവിൽ ആർസണലുള്ളത്. 13 പോയിന്റ് ഡിഫറൻസ് ആണ് ലിവർപൂളും ആർസണലും തമ്മിൽ നിലവിലുള്ളത്. ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനെന്നല്ല, ഒരിക്കലും ഇനി എന്ത് ഒരു മിറാക്കളും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വേറൊരു കാര്യം, ആർസണൽ അത്ര വലിയ രീതിയിലുള്ളൊരു ഫോമിലല്ല നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് 4 നോക്കുകയാണെങ്കിൽ ആർസണൽ മാത്രമല്ല, ഈ ഒരു സീസൺ എല്ലാ ലിവർപൂൾ ഫാൻസിനും വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു സീസൺ തന്നെയായിരിക്കും. യാതൊരുവിധ കട്ടക്ക് നിൽക്കാനുള്ള വേറൊരു ടീമും ഇല്ല. വളരെ സിമ്പിളായിട്ട്, വളരെ കൂളായിട്ടായിരിക്കും ഈ ഒരു സീസൺ ട്രോഫി നേടുന്നത്. കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവർപൂളിൻ്റെ ഈ ഒരു സീസൺ നോക്കുന്ന സമയത്ത് ഏത് മത്സരം, ചാമ്പ്യൻസ് ലീഗിലായാലും പ്രീമിയർ ലീഗിലായാലും ഏത് മത്സരം നോക്കുന്ന സമയത്തും കൺസിസ്റ്റൻസി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ലിവർപൂളിൻ്റെ എല്ലാ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഇപ്പം ആർസണലായാലും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി ആയാലും ചെൽസി ആയാലും യാതൊരുവിധ കൺസിസ്റ്റൻസി ഇല്ല. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഗ്രസീവ്നെസ് എന്നൊക്കെ പറയാൻ ഒരു റിവഞ്ച് പോലെയുള്ള ഒരു മത്സരം. ഫോർ എക്സാമ്പിൾ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സ് ആർസണൽ മത്സരം, ആ ഒരു മാച്ചിൽ ആർസണൽ തന്നെയാണോ ഇങ്ങനെയൊക്കെ കളിക്കുന്നതെന്ന് നമ്മൾ പല സമയത്തും തിങ്ക് ചെയ്ത ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അത്രയും അഗ്രസീവായിട്ടുള്ള ഒരു ആർസണലിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതും നെഗറ്റീവായിട്ട് പറയാൻ ആ ഒരു മത്സരത്തിൽ ഒന്നും തന്നെ ഇല്ല. അതായത് ആ ഒരു സ്ക്വാഡിൽ അത്രയും ഈ ഒരു മത്സരം പ്രാണം കൊടുത്തും ഈ ഒരു മത്സരം നമ്മൾ വിജയിക്കും. നമ്മൾ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഒരു മത്സരം തോക്കുകയാണെങ്കിൽ. അത്രയും വെൽ കോൺഫിഡൻസ് ആയിരുന്നു ഈ ഒരു മത്സരം എന്ത് വില കൊടുത്തും വിൻ ചെയ്യും എന്നുള്ളത്. പക്ഷേ നെക്സ്റ്റ് മത്സരം വരുന്ന സമയത്ത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ആർസണലിനെ മാത്രമല്ല, സിറ്റി ആയാലും അതുപോലെ ചെൽസി ആയാലും ഈ ഒരു സീസൺ നോക്കുന്ന സിറ്റി വളരെയധികം മോശപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു ഈ സീസണിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ചില മത്സരങ്ങൾ വരുന്ന സമയത്ത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഫാൻസിന് ഓൾമോസ്റ്റ് ഓക്കെ, ആ ഒരു പ്രൈം സിറ്റി തിരിച്ചു വന്നു എന്നുള്ള ഒരു സമാധാനത്തിൽ നിൽക്കുന്ന സമയത്ത് നെക്സ്റ്റ് മാച്ച് വരുന്ന സമയത്ത് ആ കളിച്ച സിറ്റിയെ ആയിരിക്കില്ല, സിറ്റിയല്ല ചെൽസിയെ ആയിരിക്കില്ല. അങ്ങനെയാണ് ചെൽസിൻ്റെ അവസ്ഥ. സിറ്റിയുടെ അവസ്ഥയാണെങ്കിൽ റീസെൻ്റ്ലി കളിച്ച പ്രീമിയർ ലീഗ് വലിയ മാർജിനിൽ ജയിച്ചിട്ട് ഒരുപാട് മത്സരം ഉണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിന് ശേഷം ലിവർപൂളായിട്ടുള്ള മത്സരത്തിലും യാതൊരുവിധ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റും ലിവർപൂളല്ല സിറ്റി പ്ലേയേഴ്സിൻ്റെ ഭാഗത്തിനൊന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്ന സമയത്തും ഫസ്റ്റ് ലെഗിൽ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് ലെഗിൽ എത്ര ഗോൾ അടിച്ചിട്ടും ഒരു 1% പോലും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു പെർഫോമൻസാണ് സിറ്റിയുടെ എല്ലാ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തിനൊന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഗൈസ്, ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് വേറൊരു കാര്യം, ന്യൂകാസലിൻ്റെ ഇസാക്ക് ഈ ഒരു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ഇസാക്ക്. ടോപ്പ് സ്കോറിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്ലെയറാണ് ഇസാക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നം ന്യൂകാസലിൻ്റെ പെർഫോമൻസിൽ ഉടനീളം കാണാൻ വേണ്ടി സാധിച്ചു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു പ്രഷറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത് ലൂയിസ് ഡിയാസിൻ്റെ അസിസ്റ്റിലാണ്. ഡൊമിനിക് അത് ഫിനിഷ് ചെയ്യുന്നു. സിമ്പിളായിട്ടൊന്നുമല്ല, അത്യാവശ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഫിനിഷിങ് തന്നെ, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫിനിഷിങ് തന്നെ ആയിരുന്നു. അതിനുശേഷം മുഹമ്മദ് സലായുടെ അസിസ്റ്റിൽ നിന്നാണ് മാറ്റ് അലക്സർ അതും
സിമ്പിൾ എന്നല്ല, അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫിനിഷിങ് തന്നെ ആയിരുന്നു. അതിനുശേഷം മുഹമ്മദ് സല ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൂയിസ് ഡിയാസിന്, പക്ഷെ അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 ഗോളൊക്കെ സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതും വെരി സിമ്പിളായിട്ടാണ്, യാതൊരുവിധ ടെൻഷനും ഇല്ലാതെയാണ് ലിവർപൂൾ ഈ ഒരു മത്സരം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ലിവർപൂൾ ഫാൻസിന് ആർമാദിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ ഒരു സീസൺ. മാക്സിമം എൻജോയ് ചെയ്തോളൂ. നെക്സ്റ്റ് സീസൺ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. സിറ്റി ആയാലും ചെൽസി ആയാലും ഒരുപാട് സൈനിങ് ചെയ്യുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും റീബിൽഡ് ചെയ്യും. ഒരുപാട് സൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.